കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും കുറഞ്ഞ സാധനങ്ങൾ വെച്ച് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് സ്റ്റാർ ആവാനൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയണേ. അതിനായിട്ട് കുറച്ച് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ് ഭാഗത്തെ കറുപ്പൊക്കെ എല്ലാം കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേണമെങ്കിൽ ഒരു മിക്സിയിലിട്ടിട്ട് പൊടിക്കാം. ഞാനിവിടെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് പൊടിച്ചതിന് ശേഷം അല്പം പാലൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൂടുതൽ പാലൊഴിക്കണ്ട കേട്ടോ. കുറച്ച് പാലൊഴിച്ചിട്ട് വേണം കേട്ടോ കുഴയ്ക്കാൻ. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കണില്ലേ, അതേപോലെ അത്രയ്ക്കൊന്നും പാടില്ല. വളരെ സിമ്പിളായിട്ട് ഇതേപോലെ കുഴച്ചെടുത്ത് വെക്കാം. പാല് മാറ്റി വെക്കണം കേട്ടോ. ഈ പാല് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കതിന്ന് ചെറിയ പോർഷൻ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് എടുത്ത് വെക്കണം. ഞാനിതെല്ലാം ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും വളരെ എളുപ്പമാണ് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലോ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. നെയ്യിലുണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ്. ഈ ബോൾസ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനാണ്. നെയ്യിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഒരല്പ സമയം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പൊട്ടിക്കണ്ട. കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താലും എണ്ണ മാറ്റിയാൽ മതി, ഊറ്റിയെടുത്താൽ മതി. ഇതേപോലെ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. ഇനി ഒരു പാനിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരല്പം പാലിന് കസ്റ്റാർഡ് പൗഡർ കലക്കിയെടുക്കാം കേട്ടോ. 2 വലിയ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഇത് വാനില ഫ്ലേവർ ഉള്ളതാണ്, എന്നാലും കുറച്ച് വാനില എസൻസൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കൂ. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. അപ്പോഴേക്കും പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ടാവും. അതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടിയിലൊന്നും പിടിക്കണ്ട. കട്ടയില്ലാതെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നോക്കൂ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് കുറുക്കിയെടുക്കാൻ. ഇനി അതിലേക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഒന്നും ഉണ്ടായിന്ന് വരില്ല. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി മധുരത്തിന് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. മുഴുവൻ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മധുരം വേണം കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനതിലേക്ക് അല്പം വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡാണ്, എന്നാൽ കൂടി ഒരു ഇത്തിരിയും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർത്താൽ മതി. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ കട്ടയായി പോകണ്ട, കുറച്ച് വെള്ളത്തോടെ വേണം കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പകുതി മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ബോളില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ് ബോൾസ് എല്ലാം കസ്റ്റാർഡ് മിക്സിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, തണിഞ്ഞിട്ട് കോരി കഴിക്കുമ്പോൾ. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ച് ഫില്ല് ചെയ്യണം. നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കട്ടെ. ഞാൻ കുറച്ച് ബോൾസ് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട്. ഇത് കസ്റ്റാർഡ് മിക്സിൽ കുതിർന്ന് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ കുറച്ച് നട്ട്സും കൂടി, ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം അധികം ഉണ്ടെങ്കിൽ ഇട്ടാലും നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരു അടിപൊളി ഡെസേർട്ടാണ്. ഇനി 1 മണിക്കൂർ തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതേപോലെ കുറച്ച് കട്ടയായിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ ഓരോരോ ഇഷ്ടം പോലെ ചെയ്യാം. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.